ഓക്കെ, അപ്പൊ നമുക്ക് കൊമ്പങ്ങാട് കോയോടും കുഞ്ഞാപ്പിനോടും ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നും കൂടെ പറയണം, അവർ ചോദിക്കും. റെഡി? അപ്പൊ നല്ലൊരു കൈയടി കൂടെ കൊടുക്കുക ഗംഭീരമായിട്ട്. ഇന്ന് സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് പ്രിയപ്പെട്ടവര്, ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ പ്രായം മുതൽ ഏറ്റവും മുതിർന്ന പ്രായം വരെയുള്ളവര് ഇവരുടെ തമാശകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മൈക്ക് ഞാൻ ആദ്യം ലാലക്കാണ് കൈമാറുന്നത്, കൊമ്പങ്ങാട്ട് കോയക്ക്. യെസ്, മറ്റൊരു മൈക്ക് കൂടെ ഉണ്ട്. ഒരു മൈക്ക് കൂടെ അല്ലേ? അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോ കൊമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഞാനും ഉപ്പച്ചി വന്നിക്കണോ. ഞങ്ങൾക്ക് നല്ലോണം സന്തോഷമുണ്ട്. നിങ്ങൾക്കുണ്ടോ? അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കാനല്ലേ ഇവിടെ ഉള്ളത്. അതിന്റെ മുന്നേ ആദ്യം കൊമ്പങ്ങാട് തറവാട്ടിലെ മൂത്ത അതിഥിയായ ഉപ്പച്ചിക്ക് എന്താ പറയണ്ടേ കേൾക്കണ്ടേ? ഉപ്പച്ചീനെ വിളിക്കല്ലേ? ഉപ്പച്ചിയെ പറയും. എൻ്റെ കഴിഞ്ഞോ? എന്താ പറഞ്ഞു? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമസ്കാരം. എന്നോടല്ല, ഓലോട്. എന്തായാലും ഫെറോടെക് സ്റ്റീൽ ആൻഡ് ഡോർസിൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ തിരൂരുള്ള മുത്തുമണിയാണ് എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. വേറെന്താ, എന്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാണ്ടെന്നൊക്കെ പറഞ്ഞേ? കുറേ ഉണ്ടോ? എന്ത് തീരൂലേ? വീഡിയോ കാണുന്നുണ്ടോ? ഇഷ്ടാണോ? അങ്ങനെ തന്നെ പോട്ടെ. ഇത് ഓലോടാണ്. ഇവരൊന്ന് കൊടുത്താലോ? അതിനാന്ന് പറയേ ആന്ന് പറയേ ഒന്ന് കൊടുത്താലോ? എന്താ നിങ്ങൾക്ക് എന്നെ തല്ലണ ഇഷ്ടം തന്നെ? അവനവൻ്റെ ഒപ്പമാരുടെ അടുത്തുനിന്ന് വാങ്ങിയോളി. തച്ചിട്ട് ഫേമസ് ആയ മനുഷ്യന്മാരാണ് നമ്മളല്ലേ. അതാണ് ഓൾക്ക് എല്ലാവർക്കും അടി കൊള്ളണതും അടിക്കണതും ഒക്കെ ഇഷ്ടമാണ്. അത് കണ്ടിട്ട് തന്നെയാണ് ഓല് നമ്മളെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പോ സൈന എവിടെയാണ് ഇപ്പച്ചേ? സൈനാത്താനെ കൊടുത്തിട്ടില്ല. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പോൾ സൈനാത്തിയും നമ്മളെ ഓട്ടച്ചേരിപ്പും ആ രണ്ട് സാധനം ഇല്ലാത്തുള്ളൂ. ബാക്കി ഞാനും കുഞ്ഞാപ്പും ഉണ്ട്, മോളൊട്ടി മാത്രമേ ഇല്ലാത്തുള്ളൂ. പുൽസൂനിയും കൊടുത്തിട്ടില്ല. തവളയെന്നോ ആരാ വിളിച്ചു? അത് കണ്ടോ? നന്നായി. വാപ്പാനടിച്ചലുണ്ടോ ഇവിടെ? ഈ വാത്ത അടിച്ചലുണ്ടോ? മക്കള് വാപ്പാനടിച്ചലുണ്ടോ? ആണോ? വാപ്പാനടിക്കലുണ്ടാ? അങ്ങനെ ചോദിക്കണം, എന്നാലേ അറിയുള്ളൂ. അതെ, ഇവന് വെറുതെ അല്ല അടിക്കണത്, വെറുതെ കാട്ടിയിട്ടാ, അനാവശ്യം കാട്ടിയിട്ടാണ് അടിക്കണത് അല്ലേ? അതാണ്. അപ്പം നമുക്ക് ഒരടിയും ഒരു പാട്ടും ഒക്കെ ആയിട്ട് ഒന്ന് കളറായിട്ട് പോവാം. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് നേരം ഒന്ന് സംസാരിച്ചാൽ. ഓക്കെ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫെറോടെക് നമുക്ക് വേണ്ടിയിട്ട് ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ രാവിലെ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഫെറോടെക്കിൻ്റെ ഹൃദയമായ സ്നേഹസ്വാഗതം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എടാ മിണ്ടല്ലടാ, ഇത് കണ്ടോ? സത്യം. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ആരോടാണോ? ഫെറോടെക്കിനോട്. അതെ, കാരണം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഈ കുട്ടികൾ നിർബന്ധിച്ചിട്ട് പോകുന്ന എത്ര ഉമ്മമാരുണ്ട് ഇതിൽ. ഒന്ന് കൈവക്കിക്കേ. സത്യം, ഇതേ കാര്യത്തിന്റെ യഥാർത്ഥം. കുട്ടികളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഫാൻസ്. ഈ കാണുന്ന നമ്മളെ ചങ്കുകൾ കണ്ടോ? ഒരു അത്രമാൻ കുട്ടികളെ അഗ്രമാൻ കുട്ടിയോ? അല്ല, എല്ലാവരും ഉണ്ട്. എല്ലാന്നല്ല, കുട്ടികളാണ് ഏറ്റവും വലിയ ഫാൻസ് എന്നാ പറയണത്. അപ്പോ
ഈ വല്യമാർക്കൊന്നും ഇവനെ തല്ലണത് അത്ര വലിയ ഇഷ്ടമല്ല. എന്നോട് ചില സ്ഥലത്തുനിന്ന് ഓരോ ആൾക്കാർ പറയലുണ്ട്, എന്തിനാ മനെ അതിനെങ്ങനെ തല്ലണോ, ഒരുത്തക്കട് തട്ടു എനിക്ക് ഇത്ര പ്രായമുള്ളൂ, ഇത് ചെറുപ്പമാണല്ലോ, അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പൊ ഈ വല്യമാർക്ക് ഇവനെ തല്ലണ അത്ര വലിയ ഇഷ്ടമല്ല, സത്യം. പക്ഷെ വല്യമാർക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും കൊടുക്കണം. അതങ്ങനെ അല്ല, ഉമ്മമാര് അത്ര ഓലാണ് കയ്യൊന്നിച്ചത്. അല്ല അത് കേട്ടോ, ഇവനെ തല്ലണം എന്നുണ്ടെങ്കിൽ ഒന്ന് കയ്യൊന്നിച്ചാളി കണ്ടോ. പൊന്നോ, എവിടുന്നൊക്കെ അട നോക്കാതെ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അപ്പുറത്തൊക്കെ കയ്യൊന്നിച്ചു. എന്നൊരു കാര്യം ചെയ്യോ, ഇവിടുന്ന് അങ്ങോട്ട് ഞാന് ഇവിടുന്ന് അടിച്ചിട്ട് അങ്ങോട്ട് പാറി വരാ പിന്നെ. അപ്പൊ എന്തായാലും അതൊക്കെ ഉണ്ടായിക്കോട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പൊട്ടിച്ചല്ലേ. ഓക്കെ. അപ്പോൾ നമ്മളൊരു ദേശീയഗാനം ഉണ്ടല്ലോ നമ്മളെ തറവാട്ടത്തെ കൊമ്പക്കാട്ടത്തെ. അതിന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോ. കേട്ടോ, ജനലിന്റെ ഉള്ളിൽ നമ്മള് ആരെ ഞാനും ഉണ്ടായിക്കോട്ടെ. അപ്പോ ആ ദേശീയഗാനത്തിൽ നിന്ന് തുടങ്ങാം. ഏറ്റു പാടൂലേ നിങ്ങൾക്ക് അറിയുന്ന പാട്ട് തന്നെയാണ്. റെഡി? കൊമ്പങ്ങാട് കോയ അവളിപ്പച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടണേ, കൊമ്പത്തിരുന്ന് പാടണേ മതി. അത് നിങ്ങൾ അങ്ങനെ പാടി കൊടുത്താൽ അങ്ങനെ നേരം കൊടുക്കോളം പാടും. നിർത്തിക്കാളാൻ മതി. അപ്പോൾ അടുത്ത അല്ലെന്താ ഇവിടെ കുറേ പരിപാടി ഉണ്ട്, പാട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾ വലിയ മെയിനാഴ്ചയൊക്കെ പാടാൻ നിൽക്കണ്ട, അറിയാത്ത കോലത്തിൽ മെല്ലെ വലപ്പം കൂട്ടിക്കാണ്ട് പാടുക. ഓക്കെ. അപ്പൊ ഒരു നല്ലൊരു എന്തുമെന്ന് തുടങ്ങാം. നല്ലൊരു എന്തുമെന്ന് തുടങ്ങണം. അടിയോ? അടി മതി, അത് മാത്രം മതി. അതാണ് അടി നിർബന്ധാണോ? പാട്ട് അടി നിർബന്ധാണോ? കേൾക്കുന്നുണ്ട്. അതേപോലെ അടി സ്ട്രോങ് ആയിക്കോട്ടെ. ഓലും തന്നെ പോകും. ഓർക്ക് അടി മാത്രം മതി. ഇങ്ങോട്ട് വലത്താട് നിൽക്കണ. അങ്ങോട്ട് മറിഞ്ഞു പോട്ടെ ആള്. ഇവിടെ അല്ല, ഇതിൻ്റെ അടുത്ത് ആള് പാടില്ല. ഇങ്ങോട്ട് എന്നെ കിട്ടണം. അല്പം ബാക്കോട്ട് മാറി നിൽക്കുക. അപ്പോൾ എന്നാ വെറുതെ തല്ല, ഒരു വീഡിയോന്റെ ഒരു ഡയലോഗ് കൂടെ തല്ല. അല്ലേ, ഇതിമ്മ കൂടെ ഒന്ന് പോയത് കേട്ടോ. അതൊക്കെ കുറച്ച് പൈസ ഉള്ള സാധനം. കൊമ്പങ്കാട് കോയ വാതിൽ തുറക്കേ. ഇന്നക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ് വാതിൽ തുറക്കേന്ന്. ജുമാക്കോകാൻ നേരായി. കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ അമ്മ കുറ്റിപ്പുളിയും കുൽസ് വിചാരിച്ച് നടന്നിട്ടില്ല. പിന്നല്ലേ അങ്ങനെ തല്ലണ്ടൂല പോരെ. നീ നല്ലൊരു കയ്യടി നിങ്ങൾ അടിച്ചോ. ഒന്നും കൂടിയോ? അതിന്റെ തല പെരുക്കിക്കോ. അതാ വരുന്ന. അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്ത് നിൽക്കുന്ന മധ്യക്ഷൻ. അടി കിട്ടിയ കുറച്ച് കിളി പോവും, അതാണ് സംഭവം. ഹലോ, അതന്നെയാണ്. അടി കിട്ടിയ പോലെ കിളി പോവും. പിന്നെ പല സൗണ്ടുകളും വരും. ഹലോ നറുക്കെടുക്കണ പെട്ടി കാണുമ്പോ പേടിയാണ്. എന്നാലും ഉണ്ടായിക്കോട്ടെ, എടുത്തോ. പറഞ്ഞോ. ഹലോ പറഞ്ഞോ. ഹലോ 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 ഹലോ. അങ്ങനെയല്ല, ഇനി ഒന്നുകൂടി കൊടുക്കണോ? ഹലോ വേണ്ട. ഹലോ 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 കിട്ടും. എനിക്ക് കിട്ടും. ഒന്നുകൂടെ പറഞ്ഞ ആരെ സൗണ്ടാ ഞാൻ പറഞ്ഞത്? ഹലോ. ഒന്നുകൂടെ. ഹലോ. പപ്പു ചേട്ടന്റെ സൗണ്ട് കിട്ടും. കിട്ടും. ഹലോ. പറഞ്ഞോ. ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ
അകത്ത് കെട്ടിയിട്ടുണ്ട്. വേണാലും അല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴിൽ തന്നെയാ. അസമയത്തോടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിൻ്റെ ബലം കൊണ്ടാ 4 തകിട് കുടിച്ചിട്ടുണ്ട്. എൻ്റെ തകിടത്ര മോശമൊന്നല്ല. ഇതൊക്കെ കൈ അടിച്ചാൽ കുറച്ച് വൈകുണ്ടാവില്ല. അപ്പം നീ വേറെ സൗണ്ട് വേണ്ടേ? അത് മതിയോ? ആ, അപ്പം ഞാൻ ഒരു കാര്യം കൂടെ, ഇത്രത്തോളം ഈ പെണ്ണുങ്ങൾ വന്ന സ്ഥിതിക്ക് പെണ്ണുങ്ങൾ ആരാധിക്കുന്ന ഒരാളുണ്ട്. അറിയില്ല? MIT മൂസ എന്നാണ് പരിപാടി എടുക്കണം. അതിൽ പാത്തുണ്ട്. പാത്തുന്റെ സൗണ്ട് ഒന്ന് എടുത്തോക്കാം. കിട്ടും. ഹലോ പറഞ്ഞോക്കാം. ഹലോ. ആ അതന്നെ വീട്ടിൽ പറഞ്ഞാൽ മതി. ഹലോ പറഞ്ഞോ. മീൻകാരൻ ബോസ് ഇന്നെ കിട്ടിയതിന്റെ സമ്മതം ഉണ്ടായിട്ടോ. ഇന്നേക്ക് ദുർഗാഷ്ടമി. അന്നെ നമ്മള് കൊന്ന് അന്റെ രക്തത്തെ നമ്മള് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവാവിന്റെ പിച്ചേ മാണ്ട പറയല്ലേ. ജഡ്ജസ് കുത്തിരിക്കൊണ്ട്. താങ്ക് യു. അടി കിട്ടിയായിട്ട് സംഭവം വരും സാറേ. അപ്പോൾ നറുക്കെടുപ്പൊക്കെ ഒന്ന് കളിക്കാം. നറുക്കെടുപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് പാട്ട് കേൾക്കണ്ടേ? മുമ്പ് നമ്മൾ 3 ഭാഗ്യശാലികളെ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലയുടെ പാട്ടും. സമ്മാനം ഒരു മിക്സിയാണ്, സമ്മാനം ഒരു ഗ്യാസ് സ്റ്റവ് ആണ്, 3ാം സമ്മാനം ഒരു ഡിന്നർ സെറ്റാണ്. മക്കളെ താഴോട്ട് ഇവിടെ കറണ്ട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ നറുക്കെടുപ്പിന് സമയത്ത് ക്യാമറമാൻ എവിടെ? നിങ്ങളുടെ അവിടെ. അതെ, അല്ല നിങ്ങളൊക്കെ ഉറങ്ങിക്കണോക്കാണ്. അവിടെ ഇരിക്കും. നറുക്കെടുപ്പുണ്ട്, എല്ലാവരും ഇതിലിട്ടിക്കണോ? ഇതിലുണ്ടോ? എന്നാ തെരഞ്ഞെടുക്കല്ലേ? കുറേ നേരം അറിയണേ. മക്കളെ ആ ക്യാമറമാൻ സുഹൃത്തുക്കൾക്ക് ഒന്ന് നിൽക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തേ പ്ലീസ്. ഇത് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വിളിച്ചു തരണോ? അതെ, 1ാം സമ്മാനം ഒരു മിക്സിയാണ്, 2ാം സമ്മാനം ഒരു ഗ്യാസ് സ്റ്റവ് ആണ്, 3ാം സമ്മാനം ഒരു ഡിന്നർ സെറ്റാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റിൽ നിന്ന് തുടങ്ങണോ അതോ ലാസ്റ്റിൽ നിന്ന് തുടങ്ങണോ? ലാസ്റ്റ് അവർ പറയുന്നത് പോലെ അവസാനം. അപ്പം 3ാം സമ്മാനം ഡിന്നർ സെറ്റ് ആർക്ക്? പിന്നെ നറുക്കെടുക്കുന്ന സമയത്ത് ആരാണോ ഭാഗ്യശാലികൾ, ആ ഭാഗ്യശാലികൾ നിർബന്ധമായിട്ടും നമ്മുടെ സദസ്സിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നറുക്ക് മാറ്റിയെടുക്കുന്നതാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഒന്ന് ഇളക്കി മറിച്ച് നമുക്ക് ആദ്യത്തെ ഫെറോടെക്കിന്റെ ടീം ഓക്കെ. ഫെറോടെക്കിന്റെ ടീംസ് ഒന്ന് വേദിയിലേക്ക് വരണം. ഫെറോടെക്കിന്റെ മാനേജ്മെന്റ് ടീം ഡയറക്ടേഴ്സ് പ്ലീസ് വെൽക്കം. ലാല, ഷിക്കോ. അപ്പോൾ നമുക്ക് 3ാം സമ്മാനമായ ഡിന്നർ സെറ്റ് ആർക്ക് എന്നറിയാം. അപ്പോൾ ഷിക്കു ആണ് ആ ഒരു 3ാമത്തെ ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഷിക്കു എടുത്തോ, ഇളക്കി പറിച്ചെടുത്തോ. അല്ലോ ഇളക്കി കേട്ടോ. വീണോക്കെ. ഓക്കെ, 3ാം സമ്മാനമായ ഡിന്നർ സെറ്റിന്റെ ഭാഗ്യശാലിയുടെ പേര് അവിടെ അല്ല ഷിക്കു, മനസ്സിൽ ടാറ്റാ സ്റ്റീലോ? അതായത് പേരാണ് കടന്റെ. യാസീനോ? ഒരു മനുഷ്യന്റെ പേരോ? യാസീൻ. ചെക്കോ? ചെലക്കല്ലേന്നോ? യാസീനോ? ജാസിനല്ലേ? യാസിൻ അല്ല, ജാസിൻ. ജെ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഫോൺ നമ്പറിന്റെ അവസാനത്തെ 3 അക്കം 830. യാസിൻ ചെലക്കല്ലേ? ഒരു മനുഷ്യൻ വായിച്ചു ആയിട്ടില്ല. തിരക്കാണോ? പേരും ഫോൺ നമ്പറൊക്കെ എഴുതുമ്പോൾ വ്യക്തമായിക്കൊണ്ട് എഴുതണമെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. ഫോൺ നമ്പറിന്റെ അവസാനം 830. യെസ്, മോന്റെ പേരെന്താ? ജാസിൻ. വാ, നല്ലൊരു കൈയ്യടി കൊടുത്തേക്കും പേരുമായിട്ട്. ആദ്യത്തെ ഭാഗ്യശാലി, അതായത് 3ാം സമ്മാനമായ ഡിന്നർ സെറ്റിന്റെ ഭാഗ്യശാലി നമ്മോടൊപ്പം ഈ ഒരു കൂട്ടത്തിലുണ്ട്. യാസിൻ, നമ്പർ ഒന്ന് പറഞ്ഞേ. ജാസിന്റെ നമ്പർ പറഞ്ഞേ. 90 37 41 58 30. യെസ്, ആ 3ാം സമ്മാനമായ ഡിന്നർ സെറ്റ് വന്നിട്ട് നല്ലൊരു കയ്യോടെ നല്ലൊരു 3ാം സമ്മാനമായ ഡിന്നർ സെറ്റ് ലാലയുടെ കൈകളിലൂടെ
ആ ഓക്കെ ഓക്കെ എടുത്ത കൂടെയാണ് പോയി. ആ അവിടെ ക്യാമറ ക്യാമറ ക്യാമറ. ഓക്കെ, ഇനി രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ആർക്ക് എന്നറിയാൻ വേണ്ടി പോകുന്നത് ലാലയാണ് ആ ഒരു ഭാഗ്യശാലിയെ സെലക്ട് ചെയ്യുന്നത്. ലാലയുടെ കൈകളിലൂടെ രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ആർക്ക് എന്നറിയുന്നു. ഫെറോടെക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 ഭാഗ്യശാലികൾക്കാണ് ഈ ഒരു സമ്മാന കൂപ്പൺ നമ്മളിവിടെ ഒരുക്കിയത്. യെസ്, സർജറി ജർമ്മനി എന്തോ മലയാളം വേണം. എന്തത് സെൽഫി എടുക്കാന്നോ? പുനർജനി സർജറിയോ ജർമ്മനിയോ? എടാ ഇത് വായിക്കേ. തമിഴ് സൽമാബി. സൽമാബി ആണോ? സൽമാബിയോ? സന്മവടി ഇവിടെ അടിക്കാം. ജാഗ പറയിപ്പിച്ചു പോകും. സൽമാബി എന്തത്? തടത്തിലോ തട്ടത്തില് തടത്തിൽ അല്ലേ? തടത്തിലല്ലേ ഇത്? ആ അതെ. കൊന്നിട്ട് പോയ 1568 ലാസ്റ്റ് നമ്പർ. അതാ അവിടെ കൈ പൊങ്ങി. എവിടെ? സൽമാബി എവിടെയാണ്? ഞാൻ സ്റ്റേജിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരാളെ ഫോൺ നമ്പർ അറിയുന്ന ആരെങ്കിലും ഒരാളെ വിടും. ജർമ്മനി ഓരോ അത് കൂട്ടിയെത്താണ് ജർമ്മനി. അത് ആൾക്കാർക്ക് റൂം ചെയ്ത് കാട്ടിയെടുത്ത് നോക്കിയാ. ഓക്കെ, ഒന്ന് ഇങ്ങോട്ട് വരാനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്തേ. ഫോൺ നമ്പർ ഒന്ന് പറയണം. ആരാണ് വരുന്നതെങ്കിലും ഫോൺ നമ്പർ ഒന്ന് പറയാം. ഫോൺ നമ്പർ രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ സൽമാബി, തടത്തിൽ സൽമാബിക്കാണ് രണ്ടാം സമ്മാനമായ ഗ്യാസ് സ്റ്റൗ ലഭിച്ചിരിക്കുന്നത്. ഒന്ന് വഴി കൊടുക്കണേ, ഇങ്ങോട്ട് കടന്നു വരാനുള്ളൊരു വഴി കൊടുക്കണം. ലൈക്ക് ഓക്കെ. ഇവിടെ റെഡി, ഒരു എത്തിരി വായി കൊടുത്ത് എവിടെ വരുന്നുണ്ടോ? ഒന്ന് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തേ പ്ലീസ് പ്ലീസ്. വേണ്ട, മൂന്നാം സമ്മാനം ഒരുപാട് ഫസ്റ്റ് പ്രൈസ് വിളിച്ചോ? അപ്പോൾ ഇതിനാളെത്തിക്കോളൂ. ആ ഓക്കെ. ഇനി ഒന്നാം സമ്മാനം ഒരു മിക്സിയാണ്. ആ മിക്സിയുടെ ഭാഗ്യശാലി സെലക്ട് 2 പേരും കൂടി ചേർന്നിട്ടാണ്. അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഒന്നുമില്ല, 2 പേരും കൂടെ. അത് നടക്കും. അങ്ങനെ വേണോ? ആ ഒരു കുട്ടീനെ വിളിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടീനെ വിട്ടാ. ഇജത്ത് അങ്ങനെ ഇരിക്കണം. ബാബത്തെ എന്താ പിടിച്ച ഒരായിക്കറക്കേ അത് എടുക്കാനില്ല. അടിപൊളി. ഇളക്കി പറിച്ചോ. ആ ഒന്നെടുത്തോ. അവൻ അവന്റെ നോക്കിയാണോ? അതാ അത് എടുത്തത് അവിടെ തന്നെ വെച്ചോടാ. പറ്റിച്ചു. ഇംഗ്ലീഷാണ്. അലിപ്പോ എന്ത്? അലിപ്പി സത്യം തന്നെയാണ്. എന്താണ് അലി NP എന്നാണോ? അങ്ങനെ ആവാനാണ് സാധ്യത. ഫുൾ സ്റ്റോപ്പ് ഇല്ല. 590 ലാസ്റ്റ് നമ്പർ. സ്ഥലത്തിന്റെ പേര് 8593 തുടക്കം. അതറിയാം. നമ്പൂതിരിപ്പടി. അങ്ങനെ സ്ഥലമില്ല. ഒക്കെ വന്നതിനെ വായിച്ചതിന് ലാസ്റ്റ് ഇല്ല. ഓക്കെ. അലി NP ഫോൺ നമ്പർ അവസാനം 590. അലി NP കോൾ 1. അലിംപിയാണ്. ഇവിടെ ഉണ്ടോ? എവിടെ? അലിൻപി 1. അലി NP കോൾ 2. അലി NP കോൾ 3. അലി NP കോൾ 4. സെക്കൻഡ് പ്രൈസ് കൊടുത്തിട്ടില്ലല്ലോ. അലി NP കോൾ 5. സെക്കൻഡ് പ്രൈസിന്റെ ആള് വന്നോട്ടെ. അത് കൊടുത്താവുമ്പോഴത്തേന് അലി NP വന്നോളൂ. സെക്കൻഡ് പ്രൈസിന്റെ ആളോടെ
സൽമാബി എവിടെ? സൽമാബി തടത്തില് ആളല്ലേ ഇപ്പോഴും വന്നിട്ടില്ലേ? ഇതാ സൽമാബി. അല്ല, ഫോൺ നമ്പർ അറിയുന്ന ആള് വേണം. എവിടെ സൽമാബി തടത്തിൽ? എവിടെ? സൽമാബി അവിടെ ഉണ്ട്, പക്ഷെ ഒന്ന് കയറി വരൂ. വരുന്നുണ്ട്. ഇത് അലിയാണോ? അലി MP അലിയാണോ? ഫസ്റ്റ് പ്രൈസിന്റെ ആള് വന്നു. അലി MP നല്ലൊരു കൈയ്യടി കൊടുക്ക്. ഓക്കെ, അലി MP ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു. അലി MP ഫോൺ നമ്പർ അന്തർപാടൊക്കെ കിട്ടത്തില്ല, ആള് വേണം. അലി MP തന്നെ വേണം. യെസ്, സോറി, ഒരു കൈയ്യടി കൊടുക്കാം. അലി MP ആളിവിടെ നിർബന്ധമായിട്ടും വേണം. ആളില്ല എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത് ആ ഒന്നാമത്തെ ഭാഗ്യശാലി നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ സൽമാബി തടത്തിൽ വരും, ആ സമയത്തേക്ക് എത്തും. ആള് നമുക്ക് നിർബന്ധമാണ്. പ്രത്യേകം ഫെറോടെക്കിന്റെ ടീം അറിയിച്ചതാണ്. ആള് നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം ആർക്ക് മാറ്റിയെടുക്കുന്നതാണ്. ആര് പേരാണോ അവരിവിടെ ഉണ്ടായിരിക്കണം. മക്കളെ ഇവിടുന്ന് മാറി. അയ്യോ, ആ ബോക്സ് ഞാൻ കണ്ടോണ്ട് ഭാഗ്യം പറയാ. ഈ മൈക്ക് ഓണായതാ? മക്കൾ ഓണാക്കിയതാണ്. ആരാണ്? സൽമാബി താത്ത. മൈക്കില്ലാതെ ഇവിടുന്ന് ചോദിച്ചു നോക്കിയാൽ മതി, എന്നിട്ട് ഇവിടുന്ന് കൊടുത്താൽ മതി, പ്രശ്നമില്ല. സൽമാബിയാണോ? ആ, ഓക്കെ. ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ. 8606 27 15 68. കൊടുത്തോ. രണ്ടാം സമ്മാനമായി ഗ്യാസ് സ്റ്റൗ. ഓക്കെ, ക്യാമറ. ഇതുള്ളൂ കൂടെ പോയിക്കോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഒന്നാം സമ്മാനമായ അലി MP ഇവിടെ ഇല്ല എന്ന് ഒരിക്കൽ കൂടെ മനസ്സിലാക്കുന്നു. അലി MP എത്തി. ഇപ്പൊ സംഗതി കളറായി. ഇപ്പോഴാണ് കളറായത്. എല്ലാവരും 3 പേരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സന്തോഷമുണ്ട്. അലിക്കയുടെ നമ്പർ ഒന്ന് പറയാം. അലിക്കയുടെ നമ്പർ എന്ന് പറഞ്ഞ അലിക്ക അല്ല 85 ഫസ്റ്റ് മുതൽ ആദ്യം പറഞ്ഞ നമ്പറാണോ മാറ്റി പറയണോ? 2 നമ്പർ ഉണ്ടോ? 85 93 019 590. കൊടുത്തോ. മിക്സി കൊടുത്തോ. ഒന്നാം സമ്മാനമായ മിക്സി അലി MP. ഇനി വേദിയിൽ സ്റ്റേജിലുള്ള മക്കളൊക്കെ ഒന്ന് മാറുന്നു പ്ലീസ്. മക്കളൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങിക്കേ. ഇനി ഒരു ബോക്സ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ലാലയും ഷിക്കും ചേർന്നുകൊണ്ടുള്ള ഒരു പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളെ കൂടെ പാടോ? ഒരു റിക്വസ്റ്റ് ഉണ്ട്. ബാക്കിലുള്ളവർക്ക് കാണുന്നില്ല, ഒന്ന് താങ്ങൊടുക്കി. അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ? കസേരയുടെ മുകളിൽ ആരും കയറി നിൽക്കരുത്. പ്ലീസ്. കസേരയുടെ മുകളിൽ ആരും കയറി നിൽക്കരുത്. എല്ലാവരും കസേരയിൽ ഇരിക്കുക. അത്രയൊക്കെ മതി, അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കാൻ കയ്യിലേക്ക് കണ്ട കുട്ടികളെ കൂടെ എങ്ങനെ ഇരിക്കും? നിങ്ങളെ കൂടെ പാടോ? ഒരു ഇരിക്കാൻ കഴിയൂല ബോസേ. എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരുന്നോട്ടെ. നിങ്ങൾ കൂടെ പാടൂലേ? കാരണം ഇവിടെ പാട്ടുകാര് നല്ല പാട്ട് പാടാൻ വയ്ക്കുന്ന ആൾക്കാർ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കൂടെ സഹായിക്കണം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. കാരണം എന്താണോ, ഞങ്ങൾ പാടാൻ വെച്ചിട്ടല്ല, ഈ കുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ. തുടങ്ങല്ലേ? മാപ്പിളപ്പാട്ടുണ്ട്, മലയാളപ്പാട്ടുണ്ട്, തമിഴ് പാട്ടുണ്ട്, ഹിന്ദി പാട്ടുണ്ട്, നാടൻ പാട്ടുണ്ട്, എല്ലാ പാട്ടുണ്ട്. കൂടെ പാടുവോ? വേറൊരു പ്രശ്നമുണ്ട്, പാട്ട് പാടൂല. പാട്ട് പാടൂല. അപ്പൊ നിങ്ങളൊക്കെ തൊച്ചുണ്ടാക്കണേ, ഉറപ്പല്ലേ? സൈലന്റാ. പക്ഷെ പാട്ട് പാടുമ്പോ ഒപ്പം പാടാം. കൂടെ പാടോ? കൂടെ പാടണം, അല്ലാതെ എനിക്ക് പാടാൻ വയ്ക്കുമോ? അതന്നെ പറഞ്ഞു. ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? എമ്മാടി ഉന്നാല നാൻ തുടിக்கிறேன். ശരി, പാടുണ്ട്. പാടല്ലേ? ഓക്കെ അല്ലേ?
തുള്ളും മലർകൊടിയെ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും സുന്ദരമാം കൺകോണിൽ ശുഭർഗവും കണ്ടേ പുഴയരികിൽ പോയെന്നും വളർന്നു വരും बना बेचानम दिल के तमन्ना है प्यार का इरादा है ओ मेरे यार 1 2 3 दिल के तमन्ना है प्यार का इरादा है और एक वादा है जानम വാട്ടീനിന്റെ അരിമുല്ല കീനാവിലെ അഴകേറും പുതുമാരും ഇത വരുന്നേ പെണ്ണേ കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടീനിന്റെ അരിമുല്ല കൂടെ പാടോ ആടും ഷുവർ കൂന്തകൾ സൂര്യ നിലവായി ആനത് അങ്ങ് പെൺമനം ഇങ്ങനെ പോന്നത് ഞാനുണ്ടീയർ കൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു നേരത്തങ്ക ചിറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എന്നെ മോശൻ വന്നേ ഞാനുണ്ടീയർ കൂടി വീട്ടുവരമ്പേ പോകുമ്പോ വീട്ടുവരമ്പത്തൊരു വെള്ളക്കാരൻ സായിപ്പും പ്രാക്കൻ വല്ലാത്തൊരു സൂത്രക്കാരൻ നേരത്തെ പോലൊരു ജീവണ്ടല്ലേ കൂക്കിപ്പായണത് വെള്ളക്കാരൻ സായിപ്പും പ്രാക്കൻ വല്ലാതിക്കോട്ടേക്ക് പെൺകോട്ടിയേ മഞ്ചൾ മണോ കൂട്ടി വരൂ മാർഗീതൾ പങ്കിലേ തേരെ മുന്നിൽ മധുവർണ്ണ പൂവല്ലേ നറുനില പൂമോളല്ലേ മധുരപാതി നേടി മധുവലെ രൂപയ്ക്ക് മണിമാല കഴുതിക്ക് പൊറുത്തപടി 5 കല്യാണ കട്ടിവിടവാ കല്യാണ വൈഭോഗ്യമേ അമ്മായിയുടെ മോളെ ഞാൻ കാര്യം ചെയ്തിട്ടാകെ കുഴപ്പത്തില കാലത്തെ കൂല മുച്ചമാടിക്കൂല പല്ലിക്കുളിത്തെ കൂലമേ കാലത്തെ കൂല മുച്ചമാടിക്കൂല ചൂടിയ പെണ്ണേ പുതുമാരൻ സെമീറിന്റെ പൂമാല ചൂടിയ പെണ്ണേ നെഞ്ചത്തിൽ പിടിക്കൊണ്ട് കരളുള്ളിൽ കുടിക്കൊണ്ട് പഞ്ചായ ചിരിയുള്ള സൈലാമോള്
നെഞ്ചത്തിൽ വിളികൊണ്ട് കരളുള്ളിൽ കൊടികൊണ്ട് പഞ്ചാര ചിരിയുള്ള സൈനാമോട് പുതുമാരൻ കോയാക്കാന്റെ പുതുമാരൻ ചോടിയ സേന പുതുമാരൻ വാ വാ താങ്ക് യു ഓക്കെ താങ്ക് യു കുമ്പങ്ങാട്ട് കോയ ആൻഡ് കുഞ്ഞാപ്പൂ ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കും രണ്ടുപേർക്കും നിറഞ്ഞ മനസ്സോടെ നല്ലൊരു ഗൈഡ് എല്ലാവരും ചേർന്നുകൊണ്ട് ഫെറോടെക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മോടൊപ്പം എന്താ പറയുക ഒരു മുക്കാൽ മണിക്കൂർ സമയം കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് നമ്മോടൊപ്പം ഒത്തുകൂടിയ നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപ്പുറം ആൻഡ് നസീർ ഷിക്കും അപ്പൊ രണ്ടുപേർക്ക് നല്ലൊരു ഗൈഡ് കൂടെ എല്ലാവരും കൊടുക്കുക ഗംഭീരമായിട്ട് ഓക്കെ സെൽഫി എടുക്കാം എല്ലാവർക്കും സെൽഫി എടുക്കാം ഓക്കെ ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് എല്ലാ തിരക്കുകളും എടാ ഹെലികോപ്റ്റർ അതിന്റെ വൈക്കാവ് പോയിക്കോളും നിങ്ങളൊരു ലേസം നീങ്ങിക്കേ എന്റെ അള്ളാഹ് ഞങ്ങളോടൊരു കാര്യം പറയട്ടെ ഇത്രയും ആൾക്കാർ ഇങ്ങനെ നിൽക്കണേ നിങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം അതൊക്കെ അങ്ങനെ ആടണ്ട നേരെ അറ്റൻഷൻ സെൽഫി റെഡിയാണ് ഓക്കെ അല്ലേ 1 2 3 എന്ന് പറയുമ്പോ ഇതിന്റെ ഇടയിൽ കൂടെ വരണം കേട്ടോ 1 2 3 എന്ന് പറയുമ്പോ ഒച്ച ഉണ്ടാക്കണ ഹായ് എന്ന് പറയാം അത് കാണൂല ഇരുന്നാളാ ബാക്കിയുള്ളവരൊക്കെ കാണണ്ടേ റെഡി റെഡി ഇതുമ്മ തൂങ്ങല്ലേ വയറിളക്കും അല്ല വയറിളക്കല്ലേ ഐ ഐ താഴെ വീട് പോകുമല്ലോ മോനെ ആ ബോക്സ് താഴെ വീണ് പോകും ഒരു മിനിറ്റ് ആ ബോക്സിനടുത്ത് എല്ലാവരും മാറുന്നേ ആ ബോക്സ് അവിടെ നിന്നോട്ടെ ഓരോന്നും ചെയ്യും അവിടെ ആ ഒരു അടിപൊളി നിൽക്കൂലേ നിൽക്കാതെ റെഡി 1 2 3 എന്ന് പറയുമ്പോ ചെന്നൂലേ റെഡി 1 2 3 സ്റ്റാർട്ട് ഓക്കെ കഴിഞ്ഞു ആ ബോക്സിന്റെ കഥയും കഴിഞ്ഞു സെൽഫി കഴിഞ്ഞു ബോക്സിന്റെ കഥയും കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഗെയിം ഷോയിലേക്ക് കിടക്കുകയാണ് നേരത്തെ നമ്മൾ 2 ഗെയിം ഷോ നടത്തി 2 ഗെയിമിലും ഒരുപാട് പേര് പങ്കെടുത്തു അപ്പൊ ഇനി നമുക്ക് ഇവർക്കുള്ള യാത്രയപ്പ് നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് ലാല ആൻഡ് ചിക്കു രണ്ടുപേർക്കും നൽകാം ആ ഒരു സമയത്ത് എല്ലാവർക്കും ഇഷ്ടമായില്ലേ എന്നാ ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു കൈയ്യടി തന്നാണ് ഒരു പടക്കം പെടുന്ന മാർഗത്തെ കൈയ്യടി ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത സമയം അപ്പോ നമ്മൾ ഇത്ര കാലം സപ്പോർട്ട് ചെയ്തതിനും ഇനി വരാൻ പോകുന്ന സപ്പോർട്ടിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം ലൈറ്റ് ഷിബു ശ്യാം അതിന് വികൃതി കാട്ടുന്നവര് കൂട്ടൂല ഗെയിം വേണം ഡാൻസ് വേണം പാട്ട് വേണം എന്തുകൊണ്ട് ആദ്യൊരു പാട്ടായാലോ ഡാൻസ്